അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ കളയേണ്ട അത്തരം ഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. അവരങ്ങനെ ചെയ്യണം. ഇതെല്ലാം ഈ പറയപ്പെട്ട കാര്യങ്ങളല്ല ആഴ്ചയിലൊരിക്കലോ ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഓരോരുത്തരുടെ സാഹചര്യം പോലെ ആവശ്യം പോലെ അത് നിർവഹിക്കണം. എന്തായാലും 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് കളയാതെ ബാക്കി വെക്കരുത്. അതാണ് 40 ദിവസത്തേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ കളയാതെ ഉപേക്ഷിക്കരുത് എന്നാ. രോമമൊക്കെ എന്തോ ചെയ്തേനെ. വളരെ നേരത്തെ തന്നെ അത് കളയണം. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ കളയേണ്ട അത്തരം ഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. നബി ഇത് പഠിപ്പിക്കണ്ടേ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി വന്ന് സമുദായത്തെ ഇതൊക്കെ പഠിപ്പിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ ഇന്നും അറിയാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഗുഹ്യഭാഗത്തെ രോമമൊക്കെ എന്തോ ചെയ്തേനെ. വളരെ നേരത്തെ തന്നെ അത് കളയണം. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ കളയേണ്ട അത്തരം ഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. അവരങ്ങനെ ചെയ്യണം. ഇതെല്ലാം ഈ പറയപ്പെട്ട കാര്യങ്ങളല്ല ആഴ്ചയിലൊരിക്കലോ ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഓരോരുത്തരുടെ സാഹചര്യം പോലെ ആവശ്യം പോലെ അത് നിർവഹിക്കണം. എന്തായാലും 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് കളയാതെ ബാക്കി വെക്കരുത്. അതാണ് 40 ദിവസത്തേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ കളയാതെ ഉപേക്ഷിക്കരുത് എന്നർത്ഥം. പിന്നെ ഏതൊക്കെ ഭാഗത്താണ് കളയേണ്ടത് എന്നതൊരു വിഷയമാണ്. ആനത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻദ്വാരം ലൈംഗികാവയവത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള രോമങ്ങളാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ പിന്ദ്വാരത്തിന്റെ ചുറ്റുഭാഗത്തുള്ള രോമങ്ങളും ഇതിൽപ്പെട്ടത് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും നാം കളയണം. മുൻഭാഗത്തുള്ള രോമം മാത്രമല്ല, അതായത് ഉമ്മറത്തെ രോമം മാത്രമല്ല പിൻഭാഗത്തെ രോമവും നമ്മൾ കളയണം. അതല്ലെങ്കിൽ ഉസ്താദ് കളയും. മറ്റു സാധനം ഏറ്റുവെക്കണ്ടേ? കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉസ്താദ് വലിച്ചെടുക്കണ്ടേ? അതിനത് കളഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മലദ്വാർ ഗോൾഡുകാർ കൊണ്ടുപോയിട്ട് കളയും. അതുകൊണ്ട് നേരത്തെ നിങ്ങളത് ചെയ്തിട്ട് വന്നാൽ അത്രയും നല്ലത്. ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ഇവിടെ ഗോൾഡ് കൊണ്ടുവരണ്ടേ. പിന്ദ്വാരത്തിന്റെ ചുറ്റുഭാഗത്തുള്ള രോമങ്ങളും ഇതേപോലെ നാം കളയാൻ ശ്രമിക്കണം എന്നർത്ഥം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പറയേണ്ട ആവശ്യമില്ല. ശരീരത്തിന് മുറിവാകാത്ത രൂപത്തിൽ, അപകടങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ, അപകടങ്ങൾ ഉണ്ടാകാത്ത രൂപത്തിൽ വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇസ്ലാം അത്തരം കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഹദീസിലും ഹദീസിന്റെ വിശദീകരണത്തിലുമായി നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു തആല ഇതെല്ലാം ജീവിതത്തിൽ അല്ലാഹു തആല മലദ്വാരത്തിലെ രോമം കളയാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചുമാറാകട്ടെ.